ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അനുവാദം ചോദിക്കുന്നയാൾ അയാളെ സ്വയം പരിചയപ്പെടുത്തണം. ഞാൻ എന്ന് പറയരുത് എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ അബൂ ഫുലാൻ ഇങ്ങനെ ഒരാളുടെ മകനിലേക്ക് ചേർത്ത് എന്റെയാളുടെ വാപ്പ എന്ന രൂപത്തിൽ പറയുന്നത് കൊണ്ട് തകരാറില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നു മക്ക വിജയ വർഷത്തിൽ, ആമുൽ ഫതഹിൽ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുളിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന് മറ തീർത്തിരിക്കുന്നു. അപ്പോൾ ഉമ്മുഹാനി പറയുകയാണ്, ഞാൻ പ്രവാചകന് സലാം ചൊല്ലി. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ആരാണത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മുഹാനിയാണ്, ഉമ്മുഹാനി ബിന്ത് അബി താലിബ്, അബൂ താലിബിന്റെ മകൾ ഉമ്മുഹാനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് തകരാറില്ല. ഇപ്പൊ അന ഖാലി ഫുലാൻ, ഞാൻ ഇന്ന ജഡ്ജിയാണ്, അതുപോലെ ഇന്ന ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ പേര് പറയാതെ തന്നെ ഇത് പറഞ്ഞാൽ തന്നെ ആളുകൾ അറിയുമെങ്കിൽ ആ രൂപത്തിൽ പറയുന്നുണ്ട്, തകരാറില്ല. ഇനി ഒരാള് പറയുന്ന സമയത്ത് ഒരേ പേര് പലർക്കും ഉണ്ടാകും, അല്ലേ? പലർക്കും ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി വേറൊരു സംഗതിയിലേക്ക് ചേർത്തുകൊണ്ട് പറയൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക. സൈനബ് ഇംറഅത്ത് ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും അനുവാദം ചോദിക്കുകയും ചെയ്തു. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹി സൈനബ്, പ്രവാചകരെ ഇത് സൈനബാണ് എന്ന് പ്രവാചകനോട് പറയപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അയ്യി സയാനിബ്, ഏത് സൈനബാണ്? ഒരുപാട് സൈനബുമാരുണ്ട്, ഏത് സൈനബാണത്? അപ്പോൾ പ്രവാചകനോട് പറയപ്പെട്ടു, ഇംറഅത്ത് ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദിന്റെ ഭാര്യയായ സൈനബ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതെ, അവർക്ക് അനുവാദം കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവർക്ക് അനുവാദം ലഭിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ അറിയപ്പെടുന്ന രൂപത്തിലുള്ള പേരുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ശൈലി, ആ രൂപം ഉപയോഗിക്കുന്നത് തകരാറില്ല. പേര് തന്നെ പറയാതെ ഇന്നയാളുടെ ഭാര്യ, ഇന്നയാളുടെ വാപ്പ, ഇന്നയാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആ പേരുകളാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് തകരാറില്ല. അത് പറയൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.